ഇന്ധന വില വർധനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ ഇന്ന് മിക്കവാറും അനുമതി നൽകാൻ സാധ്യതയുണ്ടെന്ന് ഡൽഹി ബ്യൂറോ. ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം നടക്കുന്നുണ്ട്. വീണ്ടും അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന്. അർജുൻ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഇന്ധനവില വർദ്ധിപ്പിക്കാതെ മറ്റ് മാർഗമില്ല എന്നുള്ളൊരു തരത്തിലേക്ക് കേന്ദ്രം എത്തിയിട്ടുണ്ട്. അതിന്റെ സൂചനകൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി നമുക്ക് ലഭിക്കുന്നുമുണ്ട്. മാത്രമല്ല പരസ്യമായി തന്നെ അത് പെട്രോളിയം മന്ത്രി അടക്കം വ്യക്തമാക്കുന്നുണ്ട്. ഇനിയും അധിക നാളും പിടിച്ചു ഉടൻ തന്നെ നൽകും. അത് ഒരുപക്ഷെ ഇന്ന് രാവിലെ നടക്കുന്ന കേന്ദ്ര മന്ത്രിസഭ ചേർന്ന് എണ്ണ കമ്പനികൾക്ക് വില കൂട്ടാനുള്ള അനുമതി നൽകുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 5 രൂപ വരെ വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ള കാര്യമാണ് പൊതുമേഖല എണ്ണ കമ്പനികൾ കേന്ദ്ര സർക്കാരിനെയും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടനടി ഒരുപക്ഷെ നേരത്തെയെല്ലാം പ്രചരിച്ച തീയതികൾ പോലെ 15നോ 16നോ ഒരു എണ്ണ വില വർധന പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അധികം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പെട്രോളിനും ഡീസലിനും 5 രൂപ വരെ ലിറ്ററിന് വില വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഗാർഹിക ഉപയോഗത്തിലുള്ള LPG സിലിണ്ടറുകളുടെ വിലയും 50 രൂപ വരെ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോഴെന്തായാലും കേന്ദ്രവും അതുപോലെ തന്നെ പൊതുമേഖല എണ്ണ കമ്പനികളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ എണ്ണ കമ്പനികൾക്ക് പ്രതിദിനം 1000 കോടി രൂപയുടെ നഷ്ടമുണ്ട് എന്നുള്ള കാര്യമാണ് പെട്രോളിയം മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ള കാര്യം, അതിലൊരു നടപടി ഉടൻ തന്നെ എടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഹർദീപ് സിംഗ് പുരി വളരെ പരസ്യമായി പറഞ്ഞതും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അനുമതി നൽകി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ആ പ്രഖ്യാപനം വരുമെന്നുള്ള പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അതൊരു ആശങ്കയാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് നിലവിൽ നിൽക്കുന്നത്. ഒപ്പം തന്നെ ഈ എണ്ണ അത് വളരെ നിയന്ത്രിച്ചുകൊണ്ട് ഉപയോഗിക്കണമെന്നുള്ള കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ ആഹ്വാനം വന്നിരുന്നു. അതിന് പിന്നാലെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് സർക്കാരുകൾ, പ്രത്യേകിച്ച് പല BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെ കടന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ മറ്റെല്ലാ മന്ത്രിമാരും കാവൽക്കേടുകൾ, ഈ വാഹന വ്യൂഹം പോകുമ്പോൾ ഒപ്പമുണ്ടാകുന്ന സുരക്ഷാ കാവൽക്കേടുകളുടെ വാഹനങ്ങളുടെ എണ്ണം പകുതിയാക്കി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവിലേക്ക് കൂടി അത്തരത്തിലുള്ള സംസ്ഥാനങ്ങൾ പോയിട്ടുണ്ട്. ഈ ഉത്തർപ്രദേശിന് പിന്നാലെ ആ ചുവട് പിടിച്ച് മറ്റ് സംസ്ഥാനങ്ങളും ആ ഒരു തീരുമാനം എടുത്തേക്കുമെന്നാണ് സൂചന. അത്തരത്തിൽ ഈ സർക്കാർ ഉപയോഗം കൂടി, ഈ എണ്ണ ഉപയോഗിക്കുന്നത് കൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്കാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.